നമസ്കാരം. നക്ഷത്ര വാരഫലം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മെയ് 26 മുതൽ ജൂൺ 1 വരെയുള്ള ദിവസങ്ങൾ 12 കൂറുകാർക്കും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. മേടക്കൂറ്. മെയ് മാസം അവസാനിക്കുന്ന ഈ ആഴ്ച മേടക്കൂറുകാർക്ക് പൊതുവെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടുതൽ യാത്ര വേണ്ടിവരും. ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. കാര്യങ്ങൾ നേടാൻ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. തുടക്കത്തിൽ ജോലികൾ വൈകുന്നത് വിഷമമുണ്ടാക്കും. ദേഷ്യം നിയന്ത്രിക്കണം. മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപഴകാൻ ശ്രമിക്കുക. ആവേശത്തോടെ എടുത്തുചാടി പ്രവർത്തിക്കുന്നത് ദോഷം ചെയ്യും. അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക. ബിസിനസ്സിൽ പണമിടപാടുകൾ ശ്രദ്ധയോടെ വേണം. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് നല്ലതുപോലെ ആലോചിക്കുക. പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പങ്കാളിയുമായി കൂടിക്കാഴ്ച കുറഞ്ഞേക്കാം. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടാകും. ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ മനസ്സിന് സ്വസ്ഥത ലഭിക്കും. ദൈവാനുഗ്രഹത്താൽ കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി രംഗത്തും സ്വസ്ഥത നിലനിർത്താൻ കഴിയും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടും. കരിയറുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ വരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകും. കൂടുതൽ പണം സൗകര്യങ്ങൾക്കായി ചിലവഴിക്കും. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വരും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അംഗീകാരം ലഭിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കും. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങിയതിനാൽ ഈ ആഴ്ച മനസ്സിൻ്റെ സ്വസ്ഥത കുറയും. ആദ്യ പകുതിയേക്കാൾ നല്ലത് രണ്ടാം പകുതിയാണ്. കരിയറുമായി ബന്ധപ്പെട്ട യാത്രകൾ ഉണ്ടാവാം. ഇത് ഭാവിയിൽ ഗുണം ചെയ്യും. ബിസിനസ്സിൽ ലാഭമുണ്ടാകും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ജോലി ചെയ്യുന്നവർക്ക് നല്ല ഫലങ്ങൾ കിട്ടും. മേലുദ്യോഗസ്ഥർ അഭിനന്ദിക്കും. മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമശനി അവസാനിച്ച് ജോലി രംഗത്ത് പ്രതിസന്ധിയിൽ നിന്ന് മോചനം ലഭിക്കും. ബിസിനസ് സംബന്ധമായി യാത്രകൾ ചെയ്യേണ്ടി വരും. യാത്രകൾ അത്ര ഗുണകരമാവില്ല. സാധനങ്ങൾ ശ്രദ്ധയോടെ കൊണ്ടുപോവുക. ആരോഗ്യം ശ്രദ്ധിക്കുക. പഴയ രോഗങ്ങൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾ ശ്രദ്ധയോടെ ഓടിക്കുക. ബിസിനസ്സിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. സാമ്പത്തികപരമായി ഈ ആഴ്ച ഒരുപോലെയായിരിക്കും. മക്കളുടെ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. സംസാരത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. ജീവിത പങ്കാളി താങ്ങായും തണലായും കൂടെയുണ്ടാകും. ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് കഴിഞ്ഞ ആഴ്ചകളിലേതുപോലെ നല്ല ഫലങ്ങൾ തുടരും. ജോലി കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. സമയവും പൈസയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഒരു ജോലിയും നാളത്തേക്ക് മാറ്റിവെക്കരുത്. എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക. വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ജോലി ചെയ്യുന്നവർ മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം നിലനിർത്തുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധിക്കുക. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. പങ്കാളിയുടെ സ്വകാര്യ ജീവിതത്തിൽ കൂടുതൽ ഇടപെടാതിരിക്കുക. കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങിയതിനാൽ ഈ ആഴ്ച മനസ്സിന് സ്വസ്ഥത കുറയും. ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. കുടുംബത്തിൽ സ്വസ്ഥത വീണ്ടെടുക്കാൻ കഴിയും. കോടതിയിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി വരും. വീട്ടുകാരുടെ പിന്തുണ ഉണ്ടാകും. ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ വരുമാനമുണ്ടാകും. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നല്ല ആഴ്ചയാണ്.
ബിസിനസ്സിൽ നല്ല ലാഭം കിട്ടും. ആരോഗ്യം ശ്രദ്ധിക്കുക. ഇഷ്ടമുള്ള ഒരാളോട് ഇഷ്ടം പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആഴ്ച ശ്രമിക്കാം. തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച കാര്യങ്ങൾ അനുകൂലമാകും. ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബപരമായ കാര്യങ്ങളിൽ ഗുണകരമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. പഴയ തെറ്റുകൾ തിരുത്തുവാനും സാധിക്കും. ബന്ധുക്കളുമായി തെറ്റിദ്ധാരണകൾ മാറും. പാരമ്പര്യ സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ചയിൽ വലിയ സ്ഥാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ആസൂത്രണത്തോടെ പ്രവർത്തിച്ചാൽ നല്ല ലാഭം നേടാൻ സാധിക്കും. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ അവഗണിക്കുക. വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശനി തീർന്നതിനാൽ ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങളാണ് അനുഭവപ്പെടുക. ജോലി രംഗത്തും വലിയ പ്രതിസന്ധികൾക്കൊന്നും സാധ്യതയില്ല. പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. സാമ്പത്തിക ബാധ്യത കുറേയൊക്കെ തീർക്കാൻ കഴിയും. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുക, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ മാറ്റങ്ങൾ കാരണം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കുക. ജോലി ചെയ്യുന്നവർ സഹപ്രവർത്തകരുമായി നല്ല ബന്ധം ഉണ്ടാക്കുക. മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം നിലനിർത്തുക. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ധനുക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങിയതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. തിരക്കുകൂട്ടി ഒരു കാര്യവും ചെയ്യരുത്. ഈ ആഴ്ച സാമൂഹ്യപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകില്ല. കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കുക. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സുഹൃത്തുക്കളുമായി ആലോചിക്കുക. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക. വീട്ടിലെ അറ്റകുറ്റപ്പണികൾക്കായി പണം ചിലവഴിക്കാം. യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. മകരക്കൂറുകാർക്ക് 7.5 ശനി തീർന്നതിനാൽ ഈ ആഴ്ച നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ അനുകൂലമാകും. ജോലി കാര്യങ്ങളിൽ ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിക്കാൻ കഴിയും. ചെറിയ തെറ്റുകൾ പോലും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ജോലി ഉണ്ടാകും. കൂടുതൽ കഠിനാധ്വാനം ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ബിസിനസ്സിൽ നല്ല ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. കൂടുതൽ പണം വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും. പ്രണയബന്ധങ്ങൾ സന്തോഷം നിറഞ്ഞതായിരിക്കും. കുംഭക്കൂറുകാർക്ക് 7.5 ശനി തുടരുന്നതിനാൽ ജാഗ്രത വേണം. ഏതായാലും ഈ ആഴ്ച ഇടപെടുന്ന കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക. ഒരു സ്ത്രീ സുഹൃത്തിൻ്റെ സഹായത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നാളായി തടസ്സപ്പെട്ട ജോലി പൂർത്തിയാക്കാൻ സാധിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ബിസിനസ് ചെയ്യുന്നവർ പങ്കാളിയെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. പ്രണയബന്ധത്തിൽ പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. ജീവിത പങ്കാളി എല്ലാ കാര്യത്തിലും കൂടെയുണ്ടാകും. മീനക്കൂറുകാർക്ക് ജന്മശനി ആരംഭിച്ചതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. വീട് വിട്ട് യാത്ര ചെയ്യേണ്ടി വരും. കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ നല്ല ഫലങ്ങൾ അനുഭവപ്പെടും. വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയും. ഒരു നല്ല വ്യക്തിയുമായുള്ള കൂടിക്കാഴ്ച നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്രദമാകും. ശത്രുക്കൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുക. ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ബിസിനസ് സംബന്ധമായ യാത്രകൾ പോകേണ്ടി വരും. പ്രണയബന്ധങ്ങൾ സാധാരണ പോലെ പോകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ഇന്നത്തെ നക്ഷത്ര വാരഫലം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഈ യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്.
നക്ഷത്രങ്ങൾ മാറാം, ദിവസങ്ങൾ മാറാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ മനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.